അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഞാൻ വന്ന് മോട്ടോർ സൈക്കിൾ വരുന്ന സമയത്ത് സതീശൻ്റെ അനിയൻ പഞ്ചായത്ത് മെമ്പർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. എവിടെ ചേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചു. സാർ ചേട്ടൻ പണിക്കാരെ പണി ഏർപ്പാടാക്കിയിട്ട് തിരിച്ചിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും, പണിക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വരികയാണ് പറഞ്ഞു. ഞാനങ്ങനെ സ്റ്റേഷനിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് ചോദിച്ചു. വന്നിട്ടില്ല സാറെന്ന് പറഞ്ഞു. സമയങ്ങൾ കടന്നു പോയി. 11 മണിയായി, 12 മണിയായി, അവനെ കാണാനില്ല. എല്ലാവർക്കും ബേജാറായി, വെപ്രാളായി. 12 മണി, 1 മണി, 2 മണിയായി. അന്ന് വൈകുന്നേരം വരെ ഇവനെ കണ്ടില്ല. എല്ലാവരും അന്വേഷിച്ച് പോയി, പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ഇവൻ മുങ്ങി അല്ലെങ്കിൽ എന്തോ ആയി എന്നുള്ള സംശയമായി. കേസിൽ ഞങ്ങൾക്ക് കൂടുതൽ സംശയമായി. DYSP സാറോടൊക്കെ വിവരങ്ങൾ പറഞ്ഞു. വിളിച്ചിട്ടില്ല, ഇന്ന ആളെ കാണുന്നില്ല, അവൻ വന്നിട്ടില്ല, എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. അന്ന് രാത്രി 12 മണി വരെ ഞാനടക്കമുള്ള എല്ലാവരും നാട്ടുകാരും ഒക്കെ അന്വേഷിച്ചു. യാതൊരു രക്ഷയില്ല, ഇവനെ കണ്ടില്ല. ഞാനങ്ങനെ വീട്ടിൽ പോയി. പിറ്റേന്ന് കാലത്ത് 6 മണിക്ക് എനിക്ക് ഫോൺ വന്നു, സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. സാർ, സതീശൻ തൂങ്ങി മരിച്ചിട്ടുണ്ട്, സതീശൻ തൂങ്ങി മരിച്ചിരിക്കണു എന്ന് പറഞ്ഞു. ഞാനാകെ പണ്ടെടുത്ത് പറഞ്ഞ പോലെയുള്ള എന്താ പറയുക, അങ്ങനെ നാടൻ ഭാഷ പറയുമല്ലോ, ആ ലെവലിലായി. ഞാൻ അങ്ങനെ സ്തംഭനായി നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉടനടി വണ്ടി എടുത്ത് നേരെ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞു, സതീശൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്, അഷ്റഫ് ആ സ്ഥലത്തേക്ക് പോകണ്ട, ജനങ്ങളെ എങ്ങനെ പെരുമാറുക അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെയായിരിക്കും എന്നൊന്നും യാതൊരു അറിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതായി. DYSP എല്ലാവരും വന്നു, CI വന്നു. CI ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മാറി ഒരു പുഴ, ഒരു പറമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുഴയോട്, നേരത്തെ പറഞ്ഞ ഈ പുഴയുടെ മറ്റൊരു ഭാഗത്ത് ഒരു മരത്തിൻ്റെ മുകളിലാണ് തൂങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ട്. ഇൻക്വസ്റ്റും ഒക്കെ കഴിയുമ്പോൾ ഇൻക്വസ്റ്റിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സൂയിസൈഡ് നോട്ട് കിട്ടി. ആ സൂയിസൈഡ് നോട്ടിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ അഷ്റഫും DYSP ഉണ്ണിരാജ് സാറുമാണ്. അവരെനിക്ക് ഈ കേസിൽ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സൂയിസൈഡ് നോട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇത് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മളാകെ വല്ലാത്തൊരവസ്ഥയിലായി. കാരണം നമ്മളവനെ ചോദ്യം ചെയ്യാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു മാർഗ്ഗവും സ്വീകരിച്ചിട്ടില്ല. അവനുമായി യാതൊരു ഇതും ഉണ്ടായില്ല, ഭീഷണിയെ പറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അവൻ ശരീരപ്രതി അങ്ങനെയാണ്. അത് വിവാദമായി. അവൻ ഈ ലെറ്റർ, സൂയിസൈഡ് നോട്ട് വന്നു. ആ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ഒരു പ്രതിയെ ഉരുട്ടി കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ടാവലും അതിൻ്റെ വിവാദങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സംസാരങ്ങളായി, ചർച്ചകളായി, ചോദ്യങ്ങളായി, അസംബ്ലി ചോദ്യങ്ങളായി, ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദ്യങ്ങളും, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം, മറ്റ് അന്വേഷണങ്ങളൊക്കെ വന്നു. ഞങ്ങൾ ഉത്തരവാദിയാണെന്ന് പറഞ്ഞിട്ടുള്ള സൂയിസൈഡ് നോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മഹത്യാ പ്രേരണയുടെ ഭാഗത്ത് ഇന്നത്തെ പോലീസാണെങ്കിൽ കേസെടുത്തേനെ. അന്ന് നമ്മുടെ ഔദ്യോഗിക കൃത്യത്തിൻ്റെ ഭാഗമായി നമ്മൾ മറ്റൊരു കാര്യങ്ങളും ഇല്ലാതെ ചോദ്യം ചെയ്തുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ ഈ DYSP ഉണ്ണിരാജ് സാറ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ പേരിലും അങ്ങനെ അതെന്നു. അപ്പോൾ അതിന് DYSP എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അഷ്റഫെ ആ 1 ലക്ഷം രൂപ അവിടെ വെച്ചേക്കിട്ട ആവശ്യം വരുന്നു, തമാശ രൂപത്തിൽ അങ്ങനെ പറഞ്ഞാൽ. കാരണം സൂയിസൈഡ് നോട്ടിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കടന്ന് നമ്മൾ ഇവൻ്റെ സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം തുടങ്ങി. ഒരാൾ ആ നാട്ടിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മുമ്പ് വടക്കാനേരി പോലീസും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഹരാസ്മെൻറ്റ് ഉണ്ടാവുകയോ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവൻ പോയി സൂയിസൈഡ് ചെയ്തപ്പോൾ ജനങ്ങൾ 2 ഭാഗമായി. ശരിയാണ്, ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടല്ലോ, അവരാരും സൂയിസൈഡ് ചെയ്തിട്ടില്ലല്ലോ, ഇവനെന്താ സൂയിസൈഡ് ചെയ്യാൻ കാരണം ഉണ്ടായത് എന്നുള്ളൊരു വിഭാഗം ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷണം കുറച്ചും കൂടി ഇത് അവനെ കേന്ദ്രീകരിച്ച്, സതീശനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങി. ആ അന്വേഷണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കോൾ ഡീറ്റെയിൽസ്, ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസുകൾ എടുത്തു. കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അത് സ്ത്രീകളുമായിട്ടുള്ള കുറേ ബന്ധങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് എല്ലാവരും ഡീറ്റെയിൽസൊക്കെ എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ലാൻഡ് ഫോൺ നമ്പർ കണ്ടു. അത് എരുമപ്പെട്ടി ഭാഗത്തുള്ളൊരു നമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചു എന്ന് ഈ മറ്റേ സതീശൻ്റെ അനിയനോട് പറഞ്ഞു. വീട്ടിലേക്ക് ഒരു സ്ത്രീ വിളിച്ചിരുന്നു, എരുമപ്പെട്ടി ഭാഗത്ത് നിന്ന് ആരോ കൊണ്ടായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞു, എന്നോട് പറയുണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ നമ്പറിൻ്റെ അഡ്രസ്സ് എടുക്കുന്നത്. അപ്പോഴാണ് അത് എരുമപ്പെട്ടി ഭാഗത്തെ നമ്പറാണെന്ന് മനസ്സിലായത്. ഞാനങ്ങനെ എരുമപ്പെട്ടി ചെന്നു. എരുമപ്പെട്ടി ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുൻവശത്തുള്ള ഈ ടെലിഫോൺ ബൂത്ത് കണ്ടു. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് ടെലിഫോൺ ബൂത്തുകൾ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ.
അപ്പോൾ ഈ ടെലിഫോൺ ബൂത്തിൽ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നൊരു വന്ന നമ്പറിലേക്ക് അടിച്ചു നോക്കി. ആ ടെലിഫോൺ ബൂത്തിൽ റിങ് ചെയ്തു. അപ്പോൾ ഞാൻ മെല്ലെ ആ ടെലിഫോൺ ബൂത്തിൻ്റെ അവിടേക്ക് വന്നു. ഞാൻ പോലീസാണോ എന്നുള്ള യാതൊരു മറ്റേ പകർച്ചയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ വേഷവിധാനത്തിലൊന്നും ഞാൻ പോയിരുന്നു. ഒരു സാധാരണ ഡ്രസ്സിലാണ് പോയിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ അവിടുത്തെ ജീവനക്കാരിയാണ്, ഈ ടെലിഫോൺ ബൂത്തിലെ ജീവനക്കാരിയാണ് ആ സ്ത്രീ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും സംസാരിക്കാതെ ഞാൻ ആ ടെലിഫോൺ ബൂത്തിൻ്റെ മുന്നിൽ ചെന്നതിന് ശേഷം ആ ടെലിഫോൺ ബൂത്തിൻ്റെ ടേബിളുണ്ട് ഇങ്ങനെ, ആ ടേബിളിൻ്റെ മുകളിലേക്ക് ആ സ്ത്രീൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ടേബിളിൻ്റെ മുകളിലേക്ക് അറിയാത്ത വിധത്തിൽ ഈ ഫോട്ടോ, സതീശൻ്റെ ഫോട്ടോ അങ്ങ് ഇട്ടു. ഈ സതീശൻ്റെ ഫോട്ടോ അങ്ങ് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖമൊക്കെ ആകെ മാറി, വല്ലാത്തൊരവസ്ഥയിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ അതിൽ തന്നെ കയറി പിടിച്ചു. അപ്പോൾ മനസ്സിലായി എനിക്കെന്തോ ഉണ്ട്, പന്തികേട് തോന്നി, എനിക്കെന്തോ അവർക്കറിയാം, എന്തോ കാര്യങ്ങൾ അവരിലുണ്ട് എന്നെനിക്ക് ബോധ്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോലീസാണ്, ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്, വേറെ ആരുമില്ല. സാർ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ സാർ. അങ്ങനെ അവരവിടെ ഇരുന്ന് ആ ചെയറിൽ ഇരുന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒരു കൂജേന്ന് എടുത്തിട്ട് അതങ്ങ് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം സാർ. ഇയാളായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു. ഞാൻ ഇയാളെ അറിയും സാർ, എൻ്റെ ഈ പള്ളി പെരുന്നാളിനൊക്കെ ഇവിടെ ആർച്ച് കെട്ടാൻ വന്നിരുന്നതാണ്, സതീശൻ എന്നാണ് പേര്. ഞങ്ങൾ തമ്മിൽ ഫോൺ ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, മറ്റു കാര്യങ്ങളൊന്നുമില്ല സാർ. അങ്ങനെ കുറേ കാലമായിട്ട് അയാളുടെ ഫോണ് കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് കാലം മുമ്പ് ഞാൻ അപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസങ്ങൾ കഴിഞ്ഞു കേട്ടോ. അടുത്ത കാലത്ത് ഞാൻ ഈ അവരുടെ ലാൻഡ് ഫോണിലേക്ക് ഞാനൊന്ന് വിളിച്ചതാണ്. അപ്പോൾ അവിടുന്ന് ഒരു പുരുഷൻ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിനി ഇങ്ങോട്ട് വിളിക്കൊന്നും വേണ്ട, സതീശനൊക്കെ മരിച്ചുപോയി, അതൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിട്ട് അങ്ങനെ സൂയിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പത്രങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ മുതലുള്ള പത്രങ്ങൾ കുറേ മുമ്പുള്ളത് നോക്കി സാർ. ആ പത്രത്തിൽ നോക്കിയപ്പോഴാണ് സതീശൻ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തെന്നും അതിങ്ങനെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴാണ് സൂയിസൈഡ് ചെയ്തതെന്നും കൊല ചെയ്യപ്പെട്ട ആളുടെ പേര് ഇന്നതാണെന്നും അയാളുടെ ഭാര്യയുടെ പേര് ഇന്നതാണെന്നും സതീശൻ്റെ ഭാര്യയുടെ പേര് ഇന്നതാണെന്നൊക്കെ ആ പത്രത്തിൽ വിശദമായി എഴുതിയിരുന്നു സാർ. അത് വായിച്ചു ഉടനെ ഞാൻ തല കറങ്ങിപ്പോയി സാർ. കാരണം സതീശൻ എനിക്ക് ഒരു മോതിരം പണയം വയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു സാർ. ആ മോതിരം ഞാനിതാ ഈ പള്ളിയുടെ അപ്പുറത്ത് കാണുന്ന ഈ ഫൈനാൻസിലാണ് പണയം വെച്ചിരിക്കുന്നത്. അതെന്താ മോതിരം പണയം വയ്ക്കാൻ തന്നതുകൊണ്ട് ബുദ്ധിമുട്ട് സാർ? ആ മോതിരത്തിൽ എഴുതിയിരിക്കുന്ന പേര് സതീശൻ്റെ ഭാര്യയുടെ പേരല്ല സാർ, അത് ആ കൊല്ലപ്പെട്ട ആളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇതാരുടെ മോതിരം എന്ന് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ സതീശൻ എന്നോട് പറഞ്ഞത് എൻ്റെ ഭാര്യയുടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പത്രത്തിൽ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞ പേര് അയാളുടെ ഭാര്യയുടെ അല്ല, അത് സതീശൻ്റെ ഭാര്യയുടെ പേരായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ആ ഫോണിൽ ഇവിടെ മോതിരം ഞാൻ ഇവിടെ പണയം വെച്ചിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. ഇത് പറയലും ആ സ്ത്രീ വല്ലാത്തൊരവസ്ഥയിലേക്കായി. ഞാനിത് ആരോട് പറയണം, എങ്ങനെ പറയണം? വീട്ടിൽ പറയാൻ പറ്റില്ല, വേറെ ആരോടും പറയാൻ പറ്റില്ല. ഞാൻ ഈ സതീശനുമായിട്ടുള്ള ഫോൺ വിളിയിലെ ബന്ധങ്ങളെല്ലാവരും അറിയും. തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആ സ്ത്രീ പാവം ഒരു ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അറിയാമല്ലോ, അങ്ങനെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഫോൺ വിളി മാത്രം. ഈ ഒരു എന്താ പറയുക, ഒരാളായിട്ട് പരിചയപ്പെടുമ്പോൾ ഉള്ള ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ ജനങ്ങളത് വേറെ വിധത്തിൽ വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതിയിട്ട് അവർക്ക് പറയാനൊരു മടി, ആളുകളോട് അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാനൊരു മടി, മറ്റു പോലീസിനോട് എങ്ങനെ പറയുന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ചിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ വിവരം ഇങ്ങനെ പണയം വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം ഉടനടി DYSPയെ വിളിച്ച് പറഞ്ഞു. DYSP സാറ് ഉണ്ണിരാജ് സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ണിരാജ് സാറ് പറഞ്ഞു, പിന്നെ ഒന്നും മിണ്ടിയില്ല കുറേ നേരത്തിന്. സാർ എന്ന് വിളിച്ച് പറഞ്ഞു, അഷ്റഫെ ഞാൻ കേൾക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞത്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ
വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. പിന്നെ അപ്പോഴേക്കും CSR എല്ലാവരും വന്നു. ഈ സ്ത്രീയുമായി ആ ഫൈനാൻസിൽ പോയി അത് മാസ്റ്റർ പ്രകാരമൊക്കെ ബന്ധവസ്ഥയിലെടുത്ത് റിക്കവർ ചെയ്തു. അതിൻ്റെ പേര് കാര്യങ്ങൾ നോക്കിയപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ മുതലാണ്, കല്യാണ മുതലാണ്. കൊല്ലപ്പെട്ട സജിത്ത് കല്യാണം കഴിച്ചിട്ട് 3 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ കൊല്ലപ്പെടുന്നത്. അപ്പോൾ എന്നിട്ട് സജിത്തിൻ്റെ ഭാര്യ അടുത്ത് ചെന്ന് ഈ ഫോൺ കാണിച്ചു കൊടുത്തു, ഈ മോതിരം കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തു അവരുടെ മോതിരമാണ്, അവരുടെ കല്യാണ മോതിരമാണെന്ന് പറഞ്ഞു മനസ്സിലായി. പിന്നെ അവനെക്കുറിച്ച് കൂടുതൽ ഉള്ളിലേക്ക് കടന്ന് അന്വേഷണം തുടങ്ങി. ഇനി നമുക്ക് ആ ഒരു ടെൻഷൻ മാറി. ഇവൻ നമ്മളെ കാരണം, നമ്മൾ വിളിച്ചു വരുത്തിയതിന് കാരണം ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധം നമ്മളിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് മാറിക്കിട്ടി. അപ്പോൾ നമ്മൾ ബോധ്യമായി ഇവനാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിരിക്കുന്ന അവനാണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും അവൻ്റെ വീട്ടിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ അവിടുന്ന് ഒരു എസ്റ്റിമേറ്റ് ബില്ല് കിട്ടി. ഒരു ജ്വല്ലറിയിൽ സ്വർണ്ണമൊക്കെ കൊടുക്കുമ്പോൾ അവർ ടാക്സ് ബില്ലല്ലാണ്ട് ഒരു എസ്റ്റിമേറ്റ് ബില്ലിടും, അങ്ങനെ ടാക്സ് ഒന്നും ഇല്ലാത്തതിന്. അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ബില്ലും കിട്ടി. അവിടുന്ന് ഉപയോഗിക്കാത്ത ഒരു സ്വർണത്തിൻ്റെ വളയും കിട്ടി. അത് രണ്ടും കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ബില്ലിൽ ഒരു ഇത്രയും ഗ്രാം സ്വർണം പറയുന്നുണ്ട്. ആ സ്വർണം വിറ്റതായിട്ടും ഈ 2 സാധനങ്ങൾ മേടിച്ചതായിട്ടും പറയുന്നുണ്ട്. ഒരു വള, പിന്നെ വേറൊരു സാധനം മേടിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിൽ ഗ്രാമ് മാത്രമേ എഴുതുള്ളൂ, സാധനങ്ങളൊന്നും എഴുതുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവൻ പണയം വയ്ക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഫൈനാൻസ് സ്ഥാപനങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ള ഒരാളാണ്, കുറേ സാമ്പത്തിക ഞെരുക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ പോലും അവരുടെ വീട്ടുകാരിൽ നിന്ന് കടം മേടിക്കുന്ന അങ്ങനത്തെ വളരെ സാമ്പത്തിക ഞെരുക്കായിരുന്നു ആ സമയത്ത് സതീശനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തുള്ള ഓരോ ഫൈനാൻസ് സ്ഥാപനങ്ങളിലും പോയി അന്വേഷണം നടത്തിയപ്പോഴാണ് വടക്കാഞ്ചേരി മണപ്പുറം ഫൈനാൻസിൽ സതീശൻ ഒരു മാല പണയം വെച്ചതായിട്ട് കാണുന്നത്. അതൊരു പുതിയ ഉപയോഗിക്കാത്ത മാലയായിരുന്നു. ഈ വളയും ആ മാലയും ഉപയോഗിക്കാത്തതായിരുന്നു മനസ്സിലായി. അത് രണ്ടിൻ്റെയും ഒരു മാർക്കുണ്ട്, ജ്വല്ലറി മാർക്കില്ലേ, ആ മാർക്കും രണ്ടും ഒന്നായിരുന്നു. ഈ മാല വീട്ടുകാരെ കാണിച്ചപ്പോൾ ആ മാലയും വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ അല്ല, ഞങ്ങളാരും ഉപയോഗിക്കുന്നതല്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മാലയും വളയുണ്ടായിരുന്നു. ഈ മാലയും വളയുമായിട്ട് ഇതിൻ്റെ ആരാണ് ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ മാർക്ക് നോക്കി തൃശ്ശൂർ ടൗണിലെ അല്ലെങ്കിൽ വടക്കാഞ്ചേരിയെത്തിയും തൃശ്ശൂരെത്തിയും ഒരുവിധം ജ്വല്ലറികളിലൊക്കെ ഞാനിങ്ങനെ കയറി ഇറങ്ങി ഇതിൻ്റെ മാർക്ക് ചോദിച്ചത്. അങ്ങനെ അന്വേഷിച്ച് ദിവസങ്ങൾ നടന്നപ്പോഴാണ് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ദേവസ്വത്തിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. ആ ദേവസ്വത്തിൻ്റെ ബിൽഡിങ്ങിലുള്ള ഒരു ജ്വല്ലറി, ആ ജ്വല്ലറിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ ജ്വല്ലറിയിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സ്വർണ്ണാഭരണമാണ് എന്ന് പറഞ്ഞു. ഈ എസ്റ്റിമേറ്റ് ബില്ല് കാണിച്ചു കൊടുത്തു, ഇതും ഇവിടുന്ന് തയ്യാറാക്കിയാണ്, പക്ഷേ ഇത് എന്നാന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിൽ ഒരു ഗ്രാമിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട്, പെർ ഗ്രാം ഇത്ര രൂപ എന്ന്. ആ ഗ്രാമിന് ഇത്ര രൂപ ഏത് ഡേറ്റിലാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇന്ന ഡേറ്റിലാണ് സാർ ഈ ഗ്രാമിന് ഇത്ര വില ഉണ്ടായിട്ടുള്ളത്, ഇന്ന ഡേറ്റിലാണ്. ആ ഡേറ്റ് നോക്കിയപ്പോൾ സജിത്ത് കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ്. അയാളുടെ കൊല്ലപ്പെട്ടതല്ല, ബോഡി പോസ്റ്റ്മോർട്ടം നടത്താൻ കൊണ്ടുപോയതിൻ്റെ പിറ്റേ ദിവസം, ഫ്യൂണറിൻ്റെ അന്നാണ് എന്ന് ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ശവസംസ്കാരം നടക്കുന്നതിൻ്റെ അന്ന് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അന്നാണ് അവിടെ നിന്ന് ഈ സ്വർണത്തിൻ്റെ ആ റേറ്റ് വന്നിരിക്കുന്നത്, ഗ്രാമിന് ഇത്ര ഉള്ളത്. അപ്പോൾ മനസ്സിലായി ഇത് അന്നത്തെ ദിവസം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്ര ഗ്രാം തൂക്കമുള്ള ഒരു വിളക്കുള്ള ആഭരണം ഇവിടെ തന്നതിന് ശേഷം ഈ പറഞ്ഞ തൂക്കത്തിലുള്ള ഈ വളയും ഈ മാലയും ഇവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ്, ബാക്കി പൈസയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആഭരണം എന്ന് പറയാൻ പറ്റുമോ? ആഭരണം എന്താണെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ തൂക്കും അതിൻ്റെ ഗ്രാമും അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനത്താണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വിളക്കുള്ളതോ വിളക്കില്ലാത്തതോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ആ തൂക്കം ഗ്രാമ് പറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് നഷ്ടപ്പെട്ട ഇവൻ്റെ അണിഞ്ഞിരുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ വിവരങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയൊക്കെ CSR രേഖപ്പെടുത്തി കേസിലേക്ക് വേണ്ടി രേഖപ്പെടുത്തിയൊക്കെ വെച്ചു. ഈ പ്രോപ്പർട്ടികളൊക്കെ ബന്ദോബസ്തിലെടുത്തു. എന്നിട്ട് അപ്പോൾ മനസ്സിലായി ഈ സ്വർണം കൊല്ലപ്പെട്ടവൻ കഴുത്തിലണിഞ്ഞ സ്വർണ്ണാഭരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് സതീശനാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ 2 സ്വർണ്ണാഭരണം കിട്ടി. തുടങ്ങിയിട്ട് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇവനൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അതൊരു വലിയ കഥയാണത് ശരിക്കും. ആ മോട്ടോർ സൈക്കിള്
ഇവൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന. സംഭവ ദിവസത്തിന് ശേഷം ഈ മോട്ടോർ സൈക്കിൾ പിന്നെ കണ്ടവരാറില്ല. ഞാൻ വീട്ടിൽ പലപ്പോഴും ചോദിച്ചു എവിടെയാണ് മോട്ടോർ സൈക്കിൾ. സാർ അത് വർക്ക്ഷോപ്പിൽ എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള വർത്തമാനം. അവർക്കും അറിയില്ല വീട്ടുകാർക്ക്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നീട് കൂടി ചോദിച്ചപ്പോൾ അതിന് ഫൈനാൻസ് ഉണ്ട് എന്നിട്ട് ആരോ പറഞ്ഞു. അപ്പോൾ ഏത് ഫൈനാൻസാണ്? അത് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ളൊരു ഫൈനാൻസാണെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം അതേമാതിരിക്ക് പൂങ്കുന്നുള്ള ഫൈനാൻസിൽ പോയിട്ട് ഇവൻ്റെ അഡ്രസ്സ്, ഈ മോട്ടോർ സൈക്കിളിൻ്റെ നമ്പറും കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിളിന് ഇവിടെ ഫൈനാൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവർ രേഖകൾ രജിസ്റ്ററൊക്കെ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറൊന്നും ഇല്ല, രജിസ്റ്ററൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവിടുത്തെ ഫൈനാൻസ് ഉണ്ടായിരുന്നോ സാർ? ഈ മോട്ടോർ സൈക്കിൾ ഇപ്പോൾ എവിടെയാണ്, ഇതിൻ്റെ ഫൈനാൻസ് അടച്ചു തീർത്തോ, എന്താ കാര്യങ്ങൾ ചോദിച്ചു. ഇല്ല സാർ, ഇത് സാധനം ഇവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. എന്നാ സറണ്ടർ ചെയ്ത്, നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതാണോ? കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അല്ല സാർ, പിടിച്ചു കൊടുക്കുന്നൊന്നുമല്ല. രേഖകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പിടിച്ചു കൊടുക്കുന്നൊന്നുമല്ല സാർ, ഇത് ഇവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ് വണ്ടി. എന്നാ സറണ്ടർ ചെയ്തതെന്ന് ആ ഡേറ്റൊക്കെ അവർ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ കൊല്ലപ്പെട്ട ആൾ മരിച്ചതിൻ്റെ അതിൻ്റെ ഫ്യൂണറൽ നടക്കുന്നതിന് അന്നാണ് ഈ സ്വർണം വിറ്റ ആ ദിവസം തന്നെ ഇതിവിടെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. ആ മോട്ടോർ സൈക്കിൾ എവിടെയാണെന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ ഷോറൂമിൽ അവിടെ കിടക്കും സാർ, താഴത്തുണ്ട്, അണ്ടർഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല സാറെന്ന് പറഞ്ഞു. ഞാൻ നേരെ അണ്ടർഗ്രൗണ്ടിൽ ഇവരെയും കൂട്ടി പോയി മോട്ടോർ സൈക്കിൾ നോക്കി അടിയിൽ നോക്കിയപ്പോൾ അതിൽ മോട്ടോർ സൈക്കിളിൻ്റെ അടിഭാഗത്ത് കട്ടയായിട്ട് അപ്പോഴും ബ്ലഡ് സ്റ്റെയിൻ, ഇങ്ങനെ കട്ടയായിട്ടാണ്, കുറച്ചൊന്നുമല്ല, സാധാരണ ഒരു ഡ്രോപ്പ് ബ്ലഡ് സ്റ്റെയിൻ ഒന്നുമല്ല, അതിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട ചോരയായിരുന്നു. അപ്പോൾ പിന്നെ പൂർണ്ണമായി കാര്യത്തിൽ, ഏകദേശം അല്ല പൂർണ്ണത കാര്യങ്ങളായി. ആ വിവരങ്ങളൊക്കെ മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞു. അവരൊക്കെ വന്ന് അതൊക്കെ മോട്ടോർ സൈക്കിളൊക്കെ എടുത്തു, ബന്ധവസിലെടുത്തു, അതിനൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ അയച്ചു. കാര്യങ്ങൾ അതിൻ്റെ ലീഗലി ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് സാധനം ബന്ധവസിലെടുത്തു. അത് രസകരമായൊരു സംഭവമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊല്ലപ്പെട്ട സജിത്തിൻ്റെ ബോഡി ഇൻക്വസ്റ്റ് നടത്തുന്ന സംഭവമുണ്ട്. ഈ പ്രേത വിചാരണ നടത്തുക എന്ന് പറയും. പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം, FIR ഇട്ടതിന് ശേഷം ആദ്യം ചെയ്യുന്ന അതാണ് ഒരു ബോഡി. അത് പ്രേത വിചാരണ നടത്തുന്നത് സംഭവ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നടത്തുക. എവിടെ വെച്ചിട്ടാണോ ബോഡി കാണുന്നത് അവിടെ വെച്ചിട്ട് അത് പ്രേത വിചാരണ നടത്തും. അത് പഞ്ചായത്തുകാരായ 4-5 പേരുടെയും ബന്ധുക്കളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് നടത്തുക. അപ്പോൾ പഞ്ചായത്തുകാരെ ഈ ബോഡിയുടെ നേരെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലും അവരോട് കണ്ട് ചോദിക്കലും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കലൊക്കെ ഇൻക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ആ ഫോട്ടോയിൽ, ഇൻക്വസ്റ്റ് ഫോട്ടോയിൽ, ഈ സതീശൻ എന്ന് പറഞ്ഞ സസ്പെക്റ്റ് ചെയ്യുന്ന പ്രതിയുടെ, ഈ കേസിലെ പ്രതിയുടെ സതീശൻ്റെ സഹോദരൻ നിൽക്കുന്നുണ്ട്. സഹോദരൻ ഈ ഇതിൽ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് പറയുന്നത്, സംഭവ ദിവസം ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ട് വരുമ്പോൾ ഈ സതീശൻ്റെ മോട്ടോർ സൈക്കിൾ എടുത്തിട്ടാണ് ഈ അനിയൻ വന്നത്. അപ്പോൾ സതീശൻ പറയുന്നുണ്ട്, ആ മോട്ടോർ സൈക്കിൾ പോകണ്ട, അതിന് ബ്രേക്കിലിടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇതുവരെയുള്ള പോകുന്നു കിടക്കാൻ, ഇതുവരെയുള്ള ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ മരണത്തിലേക്ക് പോവല്ലേ. അങ്ങനെ ഈ മോട്ടോർ സൈക്കിളായിട്ട് പോയിട്ട് മോട്ടോർ സൈക്കിൾ ഈ ബോഡി കിടക്കുന്നതിൻ്റെ 50 മീറ്റർ പുറത്ത് നിർത്തിയതിന് ശേഷം ഈ സംഭവ സ്ഥലത്തേക്ക് പഞ്ചായത്തുകാരായി പോകുന്നതും അവിടെ നിന്ന് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും അനിയനുണ്ട്. എന്നാൽ അന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തൊട്ട് ഇപ്പുറത്ത് പോലീസ് ജീപ്പിൽ നമ്മുടെ പോലീസ് ഡോഗ് ഇരിക്കുന്നുണ്ട്. ഈ പോലീസ് ഡോഗിനെ അന്ന് അവിടെ ഇറക്കിയില്ല. പോലീസ് ഡോഗിനെ ഇറക്കുക, ബോഡിയുടെ അവിടെ ഒന്ന് സ്മെല്ല് ചെയ്യിക്കുക, കാര്യങ്ങൾ ചെയ്തില്ല. കാരണം നല്ല മഴയാണ്, മഴയത്ത് വെള്ളത്തിൽ കിടക്കുന്ന ബോഡിയാണ്. അങ്ങനെയുള്ള ഒരാ സ്ഥലത്ത് പോലീസ് ഡോഗിനെ നടത്തിയിട്ട് പ്രത്യേക സ്മെല്ലോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആരോ പറഞ്ഞിട്ട്, അങ്ങനെ ഓഫീസർമാർ പറഞ്ഞിട്ടാണ് ഇറക്കാതിരുന്നത്. അന്ന് പട്ടിയെ അവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ ആ ബ്ലഡ് അവിടെ മണത്തിട്ടുണ്ടെങ്കിൽ 50 മീറ്റർ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ മോട്ടോർ സൈക്കിളും മണത്തേനെ. എന്തായാലും അത് ഡിറ്റക്ഷൻ ആയേനെ. അപ്പോഴേ എന്തോ അങ്ങനെയൊക്കെ ഒന്നും ചെയ്തില്ലാതെ അങ്ങനെയൊക്കെ കറങ്ങി തിരിച്ച് വരാനുള്ള ഒരു ഇതുണ്ടായിരിക്കാം. എന്താ അങ്ങനെ ചെയ്തില്ല, അങ്ങനെയാണ് ആ സംഭവം, അത് രസകരമായ സംഭവം ഉണ്ടായത്. അങ്ങനെ മോട്ടോർ സൈക്കിളും നമുക്ക് കണ്ടെത്തി, സ്വർണ്ണാഭരണങ്ങളുടെ കാര്യങ്ങളും കണ്ടെത്തി. പിന്നീട് ഈ കേസ് കുറച്ച് നാളുകൾക്ക് ശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറി. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറി. ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറ്റി. ക്രൈംബ്രാഞ്ച് കുറേ കാലം അന്വേഷിച്ചതിന് ശേഷം ഇതിൻ്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ, ബ്ലഡും മറ്റുള്ള വണ്ടിയുടെ പരിശോധനകളും മറ്റൊരു പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയെന്നും അതൊക്കെ പോസിറ്റീവായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ജില്ലാ ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ ബ്രാഞ്ചാണ് അന്വേഷിച്ചിരുന്നത്, തൃശ്ശൂർ യൂണിറ്റാണ് അന്വേഷിച്ചിരുന്നത്. അപ്പോൾ അന്ന് ആ കാലത്ത് അന്വേഷണം നടക്കുമ്പോൾ പല പോലീസുകാരും എന്നെ അതുമായി ബന്ധപ്പെട്ട് വിളിക്കാറൊക്കെ ഉണ്ട്. കുറച്ച് കാലത്തിന് ശേഷം ആ കേസ് ഈ സതീശനെ പ്രതിയാക്കി ചാർജ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഇതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് അന്വേഷണമൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം, കുറേ കൊല്ലങ്ങൾ, എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു 5-8 വർഷമൊക്കെ ആയി കാണാം.
കാണണം. ഈ കേസൊക്കെ മാറി ഞാൻ പല കേസുകളിലേക്കും വേറെ കേസുകളിലേക്കൊക്കെ പോയി. ഇതൊക്കെ അങ്ങനെ ക്രൈംബ്രാഞ്ചും അന്വേഷണമൊക്കെ വഴി തെറിഞ്ഞ് പോയിട്ടുള്ള സംഭവത്തിന് ശേഷം ഞാൻ ഒരു കല്യാണ സദ്യക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടി ഒരു പയ്യൻ വന്നു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സാറിന് എന്നെ മനസ്സിലായോ ചോദിച്ചു. ഇല്ല മോനെ, എനിക്ക് മനസ്സിലായില്ല എന്ന്. സാറ് മൂലം കൊല്ലപ്പെട്ട വടക്കാഞ്ചേരിയിലുള്ള സതീശനെ അറിയോ സാർ? ആ സതീശൻ്റെ മകനാണ് സാർ ഞാൻ. ഇന്ന് ഞാനിങ്ങനെയൊക്കെ ഭക്ഷണം വിളമ്പാനൊക്കെ വരാനിടായ സാഹചര്യം എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടാണ്. സാറ് മൂലം മരണപ്പെട്ട എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് പേരിലാണ് എനിക്കിങ്ങനെയൊക്കെ ഭക്ഷണം വിളമ്പാനൊക്കെ വരാനിടയായത് എന്നൊരു വാക്ക് ആ കുട്ടി ഭക്ഷണം വിളമ്പുമ്പോൾ പറയണ്ടായി. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അത് എന്നെ വല്ലാത്തൊരു വിധത്തിൽ, എനിക്ക് അപ്പോൾ ആ കല്യാണത്തിന് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഈ കുട്ടിയോട് എന്ത് പറയണം, എന്ത് ചെയ്യണം, കുട്ടിക്ക് അറിയില്ലല്ലോ. കുട്ടി അന്നൊക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കും. ഇപ്പോൾ ഞാൻ കല്യാണത്തിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു 10-20 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അന്ന് കുട്ടി ഒരു 10 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടിയായിരിക്കണം. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. 2 കുട്ടികളുണ്ടെന്ന് അറിയാം, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. നമ്മുടെ ഭാഗത്തുനിന്ന് അയാളെ വിധത്തിലുള്ള എന്തെങ്കിലും ഹരാസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നു, കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നു. അയാൾക്ക് കുറ്റകൃത്യം ചെയ്തത് അയാളെന്നുള്ള ബോധ്യപ്പെട്ടതിൻ്റെ പേരിലായിരിക്കണമല്ലോ അയാൾ ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഈ എൻ്റെയൊക്കെ അന്നൊക്കെ എൻ്റെ മോനെക്കാട്ടിലൊക്കെ ചെറുപ്പമായിരിക്കണം. ഇപ്പോഴൊക്കെ വലിയ പ്രായമായിട്ടുണ്ടാവാം. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ആൺകുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി വളരെ സങ്കടത്തോടെ, ഞാനിങ്ങനെ ചോറ് വിളമ്പാൻ വരാനിടയായത് എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പേരിലാണ്, സാറ് മൂലം മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് എന്താ പറയുക, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ഞാൻ പിന്നെ ആ കല്യാണത്തിന് അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ ഇലയ്ക്ക് മടക്കി വെച്ചിട്ട് മെല്ലെ വരികയുണ്ടായത്. ഒരു നാട്ടുകാരനായ ഒരാൾ ഈ അടുത്ത കടയിലേക്ക്, കലാമണ്ഡലത്തിൻ്റെ നേരെ മുന്നിലുള്ള കടയിലേക്ക് അന്ന് ഈ റീചാർജ് കൂപ്പൺ മേടിക്കും മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി, അതിനായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ വന്ന സമയത്ത് അയാൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു. ആ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഞരക്കം കേട്ടു. ഞരക്കം കേട്ടപ്പോൾ അയാൾ ടോർച്ചടിച്ച് നോക്കിയതാ. അപ്പോഴാണ് ഈ കുട്ടി വിവസ്ത്രയായി ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. ഇയാൾ എന്ത് ചെയ്യണം, ആ ഇരുട്ടത്ത്, ആ ട്രാക്കിൻ്റെ അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ സ്തബ്ധനായി നിന്ന് അവിടെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു, ഉച്ചത്തിൽ നിലവിളിച്ചു.